ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സിക്കാനും പാടില്ല. ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ്. കുഞ്ഞുങ്ങളുടെ ചുമ എന്ന് പറഞ്ഞത് എല്ലാ ചുമയും ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറുന്ന ചുമയല്ല. കുഞ്ഞുങ്ങളിൽ ചുമ കൂടുതലും കാണുന്നത് അലർജി ടെൻഡൻസി കൊണ്ടാണ്. അത് നമ്മുടെ നാട് കൂടുതൽ ഹൈജീൻ ആവുന്നതോടുകൂടെ ആൾക്കാർ ഓരോ സാധനത്തിനോടും വളരെ സെൻസിറ്റീവ് ആവുകയാണ്. പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ചുമ, ശ്വാസം മുട്ടൽ, ആസ്മയൊക്കെ കുറവായിരുന്നു. എല്ലാവർക്കും ഇൻഫെക്ഷൻസ് ആയിരുന്നു കൂടുതൽ. കാലം മാറി കൂടുതൽ ഹൈജീനിക്കായി വരുന്നതോറും നമുക്ക് ഇൻഫെക്ഷൻസ് കുറവാണ്, നമുക്ക് കൂടുതൽ അലർജിയാണ്. അപ്പോൾ അലർജി ടെൻഡൻസി ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ചുമ കൂടുതലായി കാണുന്നത്. അത് ആ ചുമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതലും രാത്രികാലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വെളുപ്പിനായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് എഴുന്നേറ്റ് രാത്രിയിലാണ്, വെളുപ്പിന് ഏർലി മോർണിംഗ് ചുമയൊക്കെയാണ്. അതൊക്കെ ഒരിക്കലും ഒരു ഇൻഫെക്ഷ്യസ് ചുമയല്ല. അപ്പോൾ അനാവശ്യമായിട്ട് ഒരിക്കലും ചുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കരുത്. ഡോക്ടർമാരെ കാണിച്ചിട്ട് അലർജി ആണെന്ന് മനസ്സിലാക്കി അലർജിക്കുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. വേറെ ചുമ വരാനുള്ള കാരണങ്ങൾ ന്യൂമോണിയ ഒക്കെ ഉണ്ടെങ്കിൽ ചുമ വരും. പക്ഷേ അതിനൊന്നും ചുമ ഒരു പ്രോമിനൻറ്റ് ഘടകമല്ല. ടി ബിയിലും ചുമ വരാം. ടി ബിയിലും കുഞ്ഞുങ്ങളിൽ ചുമയല്ല പ്രോമിനൻറ്റ് ഘടകം, വെയിറ്റ് ലോസും തുടരെയുള്ള പനിയും ഒക്കെയാണ്. അപ്പോൾ ചുമയുണ്ടെന്ന് കരുതി ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റ് അവേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അലർജിയാണ് കൂടുതലും ചുമയ്ക്കുള്ള കാരണം.